ഓക്കെ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ പേരാണത് കേട്ടോ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെൻസീനെ ബെൻസാൾഡിഹൈഡാക്കി മാറ്റുന്നൊരു റിയാക്ഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അടിയിലുള്ള റിയാക്ഷൻ നോക്കാം. ഇപ്പോൾ ബെൻസീനുണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, HCl ഉണ്ട് അല്ലേ. പിന്നെ അത് റിയാക്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റുകൾ ഏതൊക്കെയാണ്? അൺഹൈഡ്രഡ്സ് AlCl3, അതുപോലെ തന്നെ CuCl ഉണ്ടാകുന്ന പ്രൊഡക്റ്റോ ബെൻസാൽഡിഹൈഡ്. ഓക്കെ, ഇനി അതിലേക്ക് മാത്രം നോക്കി നമ്മൾ ഈ ഒരു റിയാക്ഷൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ബെൻസീൻ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl in presence of anhydrous AlCl3 and CuCl form benzaldehyde. This reaction is called Getterman-Koch reaction. Simple. ഓക്കെ, ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കാനുള്ള ഒരു റിയാക്ഷനാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ റിയാക്ഷൻ പഠിക്കുക, അതിനുശേഷം ആ റിയാക്ഷൻ വെച്ചിട്ട് വേർഡിങ്സ് ഉണ്ടാക്കിയെടുക്കുക. കൂടുതൽ എന്ത് ചെയ്യും, ഓർമ്മ കിട്ടും. അതാണ് ടിപ്പ്.